അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. പള്ളിയിൽ പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പള്ളിയിൽ പോകാനൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര മഴ പെയ്തത്. പിന്നെ ഞാൻ പോയില്ല. അപ്പം തുടർന്ന് വീഡിയോ കാണും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്, എൻ്റെ ഈ ചെറിയ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായു, നമുക്ക് തുടർന്ന് ജോലികൾ ചെയ്യാം. ഇപ്പോഴേ ഞാൻ കുറച്ച് വിറകൂടെ എടുത്തുകൊണ്ട് വരട്ടെ അടുപ്പിലോട്ട് വയ്ക്കാൻ. അപ്പോഴേ കഞ്ഞിക്കൊക്കെ അടുപ്പേ വെള്ളം വെച്ചു, ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചു. ഒരു 2 ഗ്ലാസ് അരിയാണ് അടുപ്പേ ഇടുന്നത്. 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഗ്ലാസ്സാണ്. അപ്പോഴേ നമ്മുടെ കൈയുടെ ഈ വരയുണ്ടല്ലോ, ഈ ചൂണ്ടുവരലിൻ്റെ ഈ വര, ആ വരയ്ക്ക് ഇവിടെ ഇങ്ങനെ അളക്കും ഞാൻ. ഒരിൻ്റെ അളവാണ്. അപ്പോഴേ അങ്ങനെ 2 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ നിറയെ ഇട്ടാൽ ഒരു 2.5 ഗ്ലാസ് അരിയോളം ആകും. അപ്പം 2 ഗ്ലാസ് അരിക്ക് ഞാനിങ്ങനെ വിരൽ വെച്ച് അളക്കും. അപ്പോൾ അളക്കുന്ന ഉടനെ കറക്റ്റായിട്ട് കിട്ടും. അത്രച്ച വീതം അരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് കഴിയെടുത്തുകൊണ്ട് വരട്ടെ. കഴിയിട്ട് എടുത്തിട്ട് ഇടാം. അപ്പോൾ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെയാണെങ്കിൽ മഴയാണ്, ഭയങ്കര മഴയാണ്. ഇവിടെ ഇപ്പോഴൊന്ന് തോർന്ന് ഇച്ചിരി വെയിലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അടുത്ത നിമിഷം പിന്നെയും മഴയാണ്. അപ്പോഴേ ഇനിയും ഇപ്പോഴും ഞാൻ അരി കഴുകുമ്പോൾ നല്ല തോർച്ചയാണ്. ഇനി അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. എന്നാലും മനസ്സിലെ പേടിയാണ്. ഒരാപത്തും ആർക്കും വരുത്തരുതേ എന്നുള്ള ഒരു ചിന്തയാണ്. ആരുടെയും സ്വത്തുവകകളോ ജീവനോ ഒന്നും ആർക്കും നഷ്ടമാകരുത് എന്ന പ്രാർത്ഥനയുമേ ഉള്ളൂ. എല്ലാവരും എത്രമാത്രം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിലും ആ ആശ്വാസം എപ്പോൾ വേണമെങ്കിലും നശിക്കാം. ഈ കാലാവസ്ഥയിൽ ഒന്നും നമ്മുടെ കയ്യിലല്ല. പ്രപഞ്ചത്തിൻ്റെ കാര്യം പ്രപഞ്ചത്തിനല്ല അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും തള്ളി നീക്കുന്നതും ഓരോ നിമിഷം തള്ളി നീക്കുന്നതും. അപ്പോൾ ഈ മഴ സമയത്താണെങ്കിൽ തീ എരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലേ തന്നെ എനിക്ക് വിറകില്ല, വിറക് വളരെ കുറവാണ്. അപ്പോഴേ പിന്നെ എന്തൊക്കെയോ വിറകുകൾ കുറച്ചിരിപ്പുണ്ട്. അപ്പോഴേ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ. അപ്പോൾ കുറച്ച് മടലൊക്കെ വെട്ടി കീറി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മടലും തൊണ്ടും എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതേലൊന്ന് അടുപ്പി വെച്ച് തീ എരിക്കാം. തീ അങ്ങ് പെട്ടെന്ന് കത്തുമല്ലോ. അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോഴേ ഞാൻ പോയപ്പം തീ കത്തിച്ചിട്ട് എരിച്ചിട്ടായിരുന്നു പോയത്. വന്നപ്പോഴേ തീ ഒട്ടുമില്ല. പിന്നെ ഊതി ഒരു വിധത്തിൽ അതൊന്ന് കത്തിച്ചെടുത്ത്. പിന്നെ മൽബറിയുടെ ഇല പറിക്കാൻ പോയി. ഇത് തോരൻ വയ്ക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴേ ഇത് തോരൻ വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ കുറച്ച് ഇല നുള്ളാൻ പോയി. അപ്പോഴേ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഇല അതിനെന്തിനാണ്? അപ്പം ഞാൻ പറയുന്ന ഇത് തോരൻ വയ്ക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞു. ഇത് തോരൻ വയ്ക്കാൻ കൊള്ളാമോ? ഇന്നാളിൽ ആരാണ്ട് പറിച്ചുകൊണ്ട് പോകുന്നേ കണ്ടായിരുന്നു എന്നൊക്കെ അയാൾ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോഴേ ഞാൻ പിന്നെ ആ ഇലയും പറിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോന്നു. പക്ഷേ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. വൈകിട്ട് അത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ പിന്നെ കുറച്ച് ചേമ്പിൻ തണ്ടുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്ന് അതാണ് ഞാൻ തോരൻ വയ്ക്കാൻ എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോഴേ ഇത് എനിക്ക് ഒരു ഇതുപോലെ മൽബറിയുടെ ഇല തോരൻ വയ്ക്കാൻ ഒക്കുമോ? വീണ്ടും ഞാൻ യൂട്യൂബിലെങ്ങാനും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആരെങ്കിലും തോരൻ വയ്ക്കുന്നുണ്ടോ വല്ലോ അത് അറിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഇലയെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു ടിഫിൻ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
അപ്പോഴേ പിന്നെ വൈകിട്ടെങ്ങാണോ അത് തോരൻ വയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നീട് ഇത് പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ അനച്ചകം എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. ചിലർ അതിൻ്റെ ഇല വെച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഞങ്ങൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ പറിച്ച് കുട്ടികളെല്ലാം കൂടെ കഴിക്കുമായിരുന്നു, തിന്നുമായിരുന്നു. അപ്പോഴേ ഒത്തിരി നാളായി ഇതിൻ്റെ അനിശ്ചകമെന്ന് പറയുന്ന ചെടിയേ ഇവിടെങ്ങും കാണുന്നില്ലായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ 2 മൂട അനിശ്ചകം കണ്ടു. അപ്പോൾ അതിൻ്റെ ഇല, ആ അനിശ്ചകത്തിൻ്റെ ഇല കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാകും, ചിലർക്കൊക്കെ അറിയണമെന്നുമില്ല. അപ്പോഴേ ഞാൻ ആ ചെടിയുടെ ഇലയൂടെ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോഴേ നമുക്ക് തുടർന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള മൾബറി ഇലയെല്ലാം പറിച്ചെടുത്തു. അപ്പോഴേ അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഇനിയും വെട്ടിക്കളയൊന്നും ചെയ്യരുതേ. നിങ്ങളെ ഈ സൈഡിൽ നിൽക്കുന്ന ഓമയാണെങ്കിൽ വെട്ടിക്കളഞ്ഞു, അതെന്തിനാണ് വെട്ടിക്കളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല വെട്ടിക്കളഞ്ഞത്, ആരോ റോഡേ കൂടെ പോയവർ മദ്യപിച്ച് അങ്ങനെ കാണാൻ പോയവരായിരിക്കും, അവരാ വെട്ടിക്കളഞ്ഞത്. ഞാനും പിന്നെ എൻ്റെ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു, അല്ലെ പറയുകയും ചെയ്തു, എന്തിനാ വെട്ടിക്കളഞ്ഞേ എന്ന്. അയാളെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് കളയല്ലേ, ഇതേലെ കായാകാൻ പൂത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാ പിടിച്ചിട്ടുണ്ട്, മൾബറി കളയല്ലേ എന്ന് പറഞ്ഞ് അവർ കളയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ പിന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. തെണ്ടിത്താഴെ വലിയ രോമയായിരുന്നു, അതേ കായ്കളൊക്കെ ആയിരുന്നു. ആരോ മദ്യപാന്മാർ അത് വെട്ടി കളഞ്ഞിട്ട് പോയതാണ്. അപ്പോഴേ ഇതാണ് അനച്ചുകം, കണ്ടോ, ഇതാണ് അനച്ചുകത്തിൻ്റെ ഇല. ഇതുപോലെ ഓരോ തളിരെല്ലാം പറിച്ച് തിന്നുമായിരുന്നു. അതൊരു കാലം, ആ കാലമൊക്കെ പോയില്ലേ. പിന്നെ വന്ന് ഞാൻ മുറ്റത്തുനിന്ന് കാന്താരിയാണ് പറിക്കുന്നത്. കാന്താരി നെല്ല് പറിച്ചു. ഇപ്പോഴേ കുറച്ച് കരിച്ചാള മത്തിയുണ്ട്, അപ്പം തോരൻ വയ്ക്കാനായിട്ട് ഇത് വെള്ളത്തിലോട്ട് കുതിർത്തിടുകയാണ്. പിന്നെ വെട്ടിയെടുക്കാം. പിന്നെ ചീരച്ചേമ്പിൻ തണ്ട് എടുക്കാൻ പോയി. അതിൻ്റെ 2-3 ചെറിയ തണ്ടുകൾ എടുത്തു. അപ്പം എനിക്ക് ചീരച്ചേമ്പ് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം പട്ടുപോയി. പിന്നെ ഇപ്പം മൂടായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു തൈകളായിട്ട് കുറേയേറെ അവിടെ ഇവിടെയുമായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ 2-3 ചെറിയ തണ്ടും അതിൻ്റെ ഇലകളും ഞാൻ എടുത്തു കറി വയ്ക്കാനായിട്ട്. അപ്പോഴേ അതൊന്ന് തോരൻ വയ്ക്കാം. അതിന് ശേഷം ഞാൻ മീൻ വെട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കരിഞ്ചാള മത്തിയാണെങ്കിൽ അത് തോരൻ വയ്ക്കാനായിരുന്നു എടുത്തിട്ടിട്ട് പോയത്. പിന്നെ അത് ഓർത്തു അത് വറക്കാം എന്ന് വിചാരിച്ച് അതേ 5-6 വെട്ടി വറുത്ത്. പിന്നെ എനിക്കൊരു തീയലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാണ് ഇന്നത്തെ ഉച്ച ഭക്ഷണം ഞാൻ തയ്യാറാക്കിയത്. അപ്പോഴേ മഴയപ്പോഴത്തേക്കിനും ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര മഴ. അപ്പോഴേ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് അടുത്ത മഴ പിന്നെയും തുടങ്ങി. ഇതാണ് അവസ്ഥ. മഴ പെട്ടെന്ന് തുള്ളിക്കൊരു കുടം നിറയെ മഴ പെയ്യും, പക്ഷേ പെട്ടെന്ന് തന്നെ മഴ അങ്ങ് നിൽക്കുകയും ചെയ്യും. ഇനിയും ഒരു 5 മിനിറ്റിനകം അടുത്ത മഴയുണ്ട്. അക്കരെ മരയെല്ലാം മഞ്ഞ് വീണ് കണ്ടോ, കാണാമോ? മുഴുവനും മഞ്ഞിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴൊരു മഴ പെയ്താൽ മതി, ഇവിടെ എല്ലാം അങ്ങ് മഞ്ഞ് മുങ്ങി കിടക്കും.
ഒന്നുണ്ട അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പോഴും കൂട്ടുകാരെ ഒരു മഴ കഴിഞ്ഞു. ഈ അടുത്ത മഴയ്ക്കുള്ള വട്ടം കൂട്ടലുമായിട്ട് നിൽക്കുന്നു. പിന്നെ ആ ഇലയോട് ഞാൻ വേറെ അരിഞ്ഞു വെച്ചു. ഇപ്പം തണ്ട് ആദ്യമേ നിന്ന് വഴറ്റിയിട്ട് പിന്നെ ഇല എൻ്റെ പുറകെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ വേറെയാണ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇതൊന്ന് തോരൻ വയ്ക്കാൻ പോകാം. അപ്പോൾ എണ്ണയിലോട്ടിട്ട് ഞാൻ ഇതൊന്ന് വഴറ്റാൻ ഇതിൻ്റെ തണ്ടരിഞ്ഞത്, പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഇതൊന്ന് വഴറ്റാൻ വഴന്ന് വരട്ടെ. വഴന്ന് വന്നിട്ടേ ഉപ്പ് ഇടുന്നുള്ളൂ. അപ്പം വഴന്ന് കഴിയുമ്പോൾ ഒട്ടും കാണത്തില്ലല്ലോ. പിന്നെ തേങ്ങ എല്ലാം കൂടെ ചേർക്കാം, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർക്കാം. എല്ലാവർക്കും തോരൻ വയ്ക്കാൻ അറിയാമല്ലോ. അപ്പം ഞാൻ തോരൻ വയ്ക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് തോരൻ വയ്ക്കുന്നത്. എല്ലാവരും വയ്ക്കുന്നത് പോലൊന്നും അല്ല വയ്ക്കുന്നത്. എൻ്റേതായ ഒരു ശൈലിയിലാണ് വയ്ക്കുന്നത്. അത് പറയുന്നതും എൻ്റേതായ ഒരു ശൈലി. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആകട്ടെ. അപ്പോഴത്തേക്കിനും ഇലയൂടെ എടുത്തുകൊണ്ട് വരാം. ഒരു തോരനല്ല, ചേമ്പിൻ തണ്ട് വഴലട്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞാനിങ്ങനെ അയച്ചു, ഞാനിങ്ങനെയൊക്കെയാണ്. അപ്പോഴേ ഇത് ഇലയൊന്ന് ഇട്ടു, അതുകൂടെ ചേർന്നൊന്ന് വഴലട്ടെ. അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ പിന്നെ ഞാൻ കരിഞ്ചാളം മത്തി വെട്ടിയിട്ടുണ്ടായിരുന്നു, അതിപ്പം വറക്കാൻ പോവുകയാണ്. അത് വറുത്ത് പിന്നെ നമുക്ക് ഒരു തീയലിരിപ്പുണ്ട്, ആ തീയലും കൂടെ കൂട്ടി പിന്നെ ചോറ് കഴിക്കുന്നത്. അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോഴേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുവാനും മറക്കല്ലേ. അപ്പോഴേ ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം അതേവരേക്ക് എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സന്തോഷമായിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പറ്റി വന്നപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പം തോരൻ റെഡി.